സമുറായി 10 നൂറ്റാണ്ടോളം ഒരു രാജ്യം മുഴുവൻ ഏറെ ആദരവോടെയും ആരാധനയോടെയും ചിലപ്പോഴെങ്കിലും ഭീതിയോടെയും ഉച്ചരിച്ചിരുന്ന വാക്കാണിത്. ജപ്പാൻകാരെ സംബന്ധിച്ചിടത്തോളം വാളിനേക്കാൾ മൂർച്ചയുള്ള ധീരതയുടെയും മരണത്തെ പോലും തോൽപ്പിക്കുന്ന ആത്മാഭിമാനത്തിന്റെയും പാരമ്പര്യമായിരുന്നു സാമുറായികൾ. എന്നാൽ പുറം നാട്ടുകാർ നിറം പിടിപ്പിച്ച കഥകളിലൂടെയും മൂടൽ മഞ്ഞിലൂടെയുമാണ് ഈ പോരാളികളെ കണ്ടിരുന്നത്. ചില സമുറായി കഥകൾ കേട്ടാൽ നാടോടി കഥകളിൽ മാത്രം കാണാൻ കഴിയുന്ന വീരന്മാരാണ് അവരെന്ന് ഓർക്കുന്നു. ഇംഗ്ലണ്ടിലെ നൈറ്റ്മാരോടും നമ്മുടെ വടക്കൻ കേരളത്തിലെ അംഗച്ചൈവന്മാരോടും ഒക്കെ സമുറായികളെ പലരും താരതമ്യപ്പെടുത്താറ്. ജീവൻ വരെ നഷ്ടപ്പെടുത്താൻ തയ്യാറായി പോരിനിറങ്ങുന്നവരാണ് ഈ മൂന്ന് കൂട്ടർ. എന്നാൽ സമുറായികൾക്ക് മറ്റു രണ്ട് കൂട്ടർക്കുമില്ലാത്ത ചില സവിശേഷതകളുണ്ടായിരുന്നു. ലോക ചരിത്രത്തിൽ സമുറായികളെ പോലെ ഒരു പോരാളി സമൂഹത്തെ വേറെ കാണാൻ കഴിയില്ല എന്നതാണ് സത്യം. സമുറായികളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവർ പോരാളികൾ മാത്രമായിരുന്നില്ല എന്നതാണ്. മികച്ച രാജ്യതന്ത്രജ്ഞരായിരുന്നു അവർ. ജപ്പാനിലെ സാഹിത്യം, കല, തത്വചിന്ത തുടങ്ങിയ മേഖലകളിലും സമുറായികൾ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തുകയും ചെയ്തിരുന്നു. 19-ാം നൂറ്റാണ്ട് വരെ ജപ്പാന്റെ ചരിത്രം നിയന്ത്രിക്കുന്നതിൽ സമുറായികൾക്കും വലിയ പങ്കുണ്ടായിരുന്നു. വീരന്മാരായ സമുറായികളെ പറ്റി ലോകത്തിലെ പല ഭാഗങ്ങളിലും അനേകം പഠനങ്ങൾ നടന്നു കഴിഞ്ഞു, ഇപ്പോഴും നടക്കുന്നുമുണ്ട്. അതുപോലെ സമുറായികളുടെ വീരകഥകളെ ആസ്പദമാക്കി നോവലുകളും നാടകങ്ങളും സിനിമകളും ഉണ്ടായി. സമുറായി എന്ന പോരാളി വർഗം ജപ്പാനിൽ ഉണ്ടായതിനെ കുറിച്ച് കൃത്യമായ രേഖകളിലൊന്നും പല കഥകളാണ് പ്രചരിക്കുന്നത്. ഏതു കാലത്താണ് ഈ വംശത്തിന്റെ തുടക്കം എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരമൊന്നുമില്ല. ജപ്പാനിലെ യമോതോ ഗോത്രത്തിലെ പോരാളികളിൽ നിന്നാണ് സമുറായികളുടെ തുടക്കമെന്നാണ് ഒരു വാദം. കാന്തോ എന്ന സമതലത്തിലെ വീരന്മാരായ പടയാളികളാണ് സമുറായികളായതെന്ന് പറയുന്നവരുണ്ട്. വൻ ഭൂവുടമകളുടെ സേവകരാണ് സമുറായികൾ എന്ന് മറ്റൊരു വാദം. BC 300-ാം ആണ്ടിലാണ് ജപ്പാൻ ദ്വീപുകളിൽ നെൽകൃഷി ആരംഭിച്ചത്. അതേവരെ ഭക്ഷണ സമ്പാദനത്തിനായി പറ്റം പറ്റമായി അലഞ്ഞു തിരികെയായിരുന്നു ജനങ്ങളുടെ പതിവ്. എന്നാൽ കൃഷി ആരംഭിച്ചതോടെ അവർ ഒരേ സ്ഥലത്ത് കൂട്ടമായി താമസിക്കാൻ തുടങ്ങി. ഭൂമി ആളുകൾ സ്വന്തമാക്കാൻ തുടങ്ങിയതും ഈ കാലത്താണ്. ഓരോരുത്തരുടെയും കൃഷി സ്ഥലങ്ങൾക്ക് അതിർത്തി നിശ്ചയിക്കപ്പെട്ടു. അതോടെ എന്റെ ഭൂമി, അന്യരുടെ ഭൂമി എന്ന വേർതിരിവുണ്ടായി. അതൊരു വലിയ പ്രശ്നത്തിന്റെ തുടക്കമായിരുന്നു. ജപ്പാനിലെ മൊത്തം സ്ഥലത്തിന്റെ 20% മാത്രമാണ് കൃഷിക്ക് യോഗ്യമായിട്ടുള്ളത്. ഭൂമി ജനങ്ങൾ സ്വന്തമാക്കാൻ തുടങ്ങിയതോടെ കൃഷി നടത്താനുള്ള ഇടത്തിനായി വഴക്കുകൾ തുടങ്ങി. ചെറിയ വഴക്കുകൾ വലിയ യുദ്ധങ്ങളായാണ് പലപ്പോഴും അവസാനിച്ചത്. കൃഷിഭൂമിക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടങ്ങളാണ് സമുറായി എന്ന ഒരു പോരാളി വിഭാഗത്തെ ജപ്പാനിൽ ഉണ്ടായി വരാനുള്ള അടിസ്ഥാന കാരണം. അനേകം നൂറ്റാണ്ടുകൾ കൊണ്ടാണ് ഇത് സംഭവിച്ചത്. കൃഷി ആരംഭിച്ചതോടെ ഭക്ഷണത്തിനായി നായാട്ട് നടത്തേണ്ടതില്ല എന്ന് വന്നു. വേട്ടയില്ലാതായപ്പോൾ ആ വിദ്യയിൽ വാസനയുള്ളവർക്ക് കഴിവ് പ്രകടിപ്പിക്കാൻ വഴിയില്ലാതെയായി. അത്രക്കാരെല്ലാം മെല്ലെ കൃഷിസ്ഥലം സംരക്ഷിക്കുന്ന പോരാളികളായി മാറുകയായിരുന്നത്രേ. വയലുകൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ മികച്ചു നിന്നവർ ഓരോ ഗോത്രത്തിന്റെയും നേതാക്കന്മാരായി. ഒരു ഗോത്രം വഴക്കിൽ തോറ്റാൽ അവർ ജയിച്ച ഗോത്രത്തിന്റെ ഭാഗമാകും. തോറ്റവരുടെ കൃഷിഭൂമി വിജയികളുടേതാവുകയും ചെയ്യും. പരസ്പരം പോരടിക്കുന്ന ഇത്തരം അനേകം ഗോത്രങ്ങളുടെ കൂട്ടമായിരുന്നു 3-ാം നൂറ്റാണ്ടിലെ ജപ്പാൻ. ശക്തരായ പോരാളികൾ നയിക്കുന്ന ഗോത്രങ്ങൾ വളർന്നുകൊണ്ടേയിരുന്നു. AD 300 ആയപ്പോഴേക്കും യമോദ ഗോത്രം മറ്റു ഗോത്രങ്ങളെക്കാൾ ശക്തിയിലും അംഗബലത്തിലും മുന്നിലായി. പോരാളികളായി പ്രവേശനം ചെയ്യുകയും പിന്നെ ജപ്പാന്റെ ഭരണാധികാരികളാവുകയും ചെയ്ത ഈ ഗോത്രക്കാരുടെ പിൻഗാമികളാണ് സമുറായികളെന്ന് ചില ഗവേഷകർ കരുതുന്നു. എന്തായാലും യമോദകളുടെ ചരിത്രം ജപ്പാന്റെ തന്നെ ചരിത്രമാണെന്ന് പറയാം. പുരാതന ജപ്പാനിലെ സാംസ്കാരികമായും സാമൂഹികമായും ഏകീകരണം ഉണ്ടാക്കിയത് യമോദകളായിരുന്നു എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. അമ്പും വില്ലുമായിരുന്നു ആദ്യകാലത്തെ യമോദ പോരാളികളുടെ പ്രധാന ആയുധം. നീളം കുറഞ്ഞ ഒരു തരം വാളും കുന്തങ്ങളും അവർ ക്രമേണ ഉപയോഗിച്ചു തുടങ്ങി. കൊറിയയിൽ നിന്നും മറ്റും കൂടുതൽ ലോഹങ്ങളും ആയുധങ്ങളും എത്തിയതോടെ പോരാളികൾ പടച്ചട്ടകൾ ധരിക്കാൻ ആരംഭിച്ചു. AD 400-ഓടെ യമോദ പോരാളികൾ പോരാട്ടങ്ങൾക്ക് കുതിരകളെ ഉപയോഗിച്ചു തുടങ്ങി. അതിനു വളരെ മുമ്പേ കുതിരകൾ ജപ്പാനിൽ എത്തിയിരുന്നു. എങ്കിലും അമ്പും വില്ലും ഉപയോഗിച്ചുള്ള യുദ്ധത്തിന് കുതിരകൾ പറ്റിയതല്ല എന്നായിരുന്നു കരുതിയിരുന്നത്. വില്ലിൽ അമ്പ് തൊടുക്കണമെങ്കിൽ 2 കൈയും ഉപയോഗിക്കണം എന്നത് തന്നെ കാരണം. അപ്പോൾ കുതിരയെ നിയന്ത്രിക്കാനാവില്ലല്ലോ. എന്നാൽ 1-ാം നൂറ്റാണ്ടിൽ ചൈനക്കാർ കണ്ടുപിടിച്ച ജീനിയും ജീനി ചവിട്ടുകളും ജപ്പാനിൽ പ്രചാരണത്തിനെത്തിയതോടെ ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. കുതിരപ്പുറത്ത് മുട്ടു താങ്ങി നിർത്താൻ ജീനിയും കാൽപാദങ്ങൾ ഊന്നി നിൽക്കാൻ ജീനി ചവിട്ടുകളും ആയപ്പോൾ പോരാളികൾക്ക് കുതിരപ്പുറത്ത് എഴുന്നേറ്റ് നിന്ന് അമ്പെയ്യാനും കുതിരപ്പുറത്തിരുന്ന് വാള് വീശാനും ഈ ഉപകരണങ്ങൾ സഹായിച്ചു. കുതിരപ്പുറത്തുള്ള യുദ്ധത്തിൽ വൈദഗ്ധ്യം നേടിയതോടെ യമോദ പോരാളികൾ അക്ഷരാർത്ഥത്തിൽ തന്നെ അജയരായി. കൊറിയൻ ഉപദ്വീപിലേക്കും മറ്റും അവർ ആക്രമണം വ്യാപിപ്പിച്ചു. കൊറിയയിലെ ഭരണകാര്യങ്ങളിലും സാംസ്കാരിക കാര്യങ്ങളിലും എല്ലാം യമോദ നേതാക്കന്മാർ ഇടപെടാൻ തുടങ്ങി. മറ്റു രാജ്യങ്ങളുമായുള്ള യുദ്ധവും സഖ്യങ്ങളും വർദ്ധിച്ചു വന്ന ഇക്കാലത്ത്
സമീപ രാജ്യങ്ങളിൽ നിന്ന് പല പുതിയ ആയുധങ്ങളും ജപ്പാനിലെത്തി. മികച്ച ഇനം വാളുകൾ ഉണ്ടാക്കുന്നവരും പടച്ചട്ടകൾ പണിയുന്നവരുമായി ധാരാളം വിദേശികൾ യമോദ സൈന്യത്തിൽ ചേർന്നിരുന്നു. AD 600 ആയപ്പോഴേക്കും യമോദ രാജസദസ്സിന് 1/3 യുദ്ധത്തിലോ കഥകളിലോ നിപുണരായ വിദേശികളായിരുന്നു. വിദേശീയരോടൊപ്പം അവരുടെ കലയും സംസ്കാരവും ജപ്പാനിലെത്തി. AD 538 ബുദ്ധമതം ജപ്പാനിലെത്തിയത് ഇത്തരം കൊടുക്കൽ വാങ്ങലുകളുടെ ഫലമായാണ്. 5-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ജപ്പാൻ ദ്വീപുകൾ ഏറെക്കുറെ പൂർണ്ണമായും യമോദ ഗോത്രത്തിന്റെ നിയന്ത്രണത്തിലായി. മഹാപ്രഭു എന്നറിയപ്പെട്ടിരുന്ന യമോദ മൂപ്പനായിരുന്നു ഭരണത്തലവനും മതനേതാവും. ഒരു മഹാപ്രഭുവിന്റെ കാലശേഷം ഗോത്രത്തിലെ 2ാം നിര നേതാക്കൾ അധികാരത്തിനു വേണ്ടി പോരാട്ടം നടത്തുക സാധാരണമായിരുന്നു. യുദ്ധത്തിൽ ജയിക്കുന്നയാൾ അടുത്ത മഹാപ്രഭുവാകും. തുടർച്ചയായ പോരാട്ടങ്ങൾ കാരണം യമോദ പോരാളികൾ യുദ്ധതന്ത്രങ്ങളിൽ നിപുണരായി. കുതിരപ്പുറത്തേറി അമ്പും വില്ലും വാളും കുന്തവും ഉപയോഗിച്ചുള്ള യുദ്ധത്തിൽ ഇവരെ വെല്ലാൻ അധികമാർക്കും കഴിഞ്ഞിരുന്നില്ല. എന്നാൽ 663 ചൈനയിലെ താങ് വംശത്തിന്റെ സഹായത്തോടെ കൊറിയൻ ഉപദ്വീപിലെ സില്ല ഗോത്രക്കാർ നടത്തിയ അതിശക്തമായ ആക്രമണത്തിൽ യമോദ ഗോത്രക്കാർ തോറ്റു പിൻവാങ്ങേണ്ടി വന്നു. യമോദയുടെ സഖ്യകക്ഷിയായ പീക്ഷവർഗക്കാരും തോൽപ്പിക്കപ്പെട്ടു. യമോദയെ ഉപദ്വീപിൽ നിന്നും തുരത്തി സില്ല കൊറിയയെ ഒന്നിപ്പിക്കാൻ ശ്രമം ആരംഭിക്കുകയും ചെയ്തു. യമോദയാവട്ടെ കൂടുതൽ ആക്രമണങ്ങൾ വരുമോ എന്ന ഭയത്താൽ ജപ്പാൻ ദ്വീപുകളിലേക്ക് പിൻവാങ്ങി പ്രതിരോധ നടപടികൾക്ക് ആക്കം കൂട്ടി. ഇക്കാലത്ത് യമോദയുടെ മഹാപ്രഭു അന്തരിച്ചു. തുടർന്നുണ്ടായ ആഭ്യന്തര കലഹത്തിനൊടുവിൽ തെമു എന്ന യമോദ നേതാവ് സ്വന്തം സഹോദരനെ തോൽപ്പിച്ച് രാജാവായി. ജപ്പാന്റെ ആദ്യത്തെ പോരാളി ചക്രവർത്തി ആയി തെമു സ്വയം പ്രഖ്യാപിച്ചു. പ്രവിശ്യകൾ തോറും വിന്യസിക്കപ്പെട്ട ഒരു സൈന്യത്തെയാണ് തെമു രൂപീകരിച്ചത്. എല്ലാ ഗോത്രങ്ങളിലും പെട്ട പോരാളികൾ 3 കൊല്ലത്തേക്ക് നിർബന്ധിത സൈനിക സേവനം നടത്തണമെന്നും കൃഷിക്കാർ 100 ദിവസത്തിൽ 10 ദിവസം എന്ന തോതിൽ സൈന്യത്തിൽ പരിശീലനം നേടണമെന്നും നിയമം കൊണ്ടുവന്നു. വാൾപ്പയറ്റ്, കുന്തമേറ്, അമ്പെയ്ത്ത് തുടങ്ങിയ എല്ലാ യുദ്ധമുറകളിലും സൈന്യത്തിന് പരിശീലനം നൽകി. ഇതെല്ലാം യമോദ പോരാളികൾ കൂടുതൽ ശക്തരാകാൻ കാരണമായി. ഇവരിൽ നിന്നാണ് പിന്നീട് സമുറായ് വർഗം ഉണ്ടായതെന്ന് ചില ചരിത്രകാരന്മാർ പറയുന്നു. യമോദ ചക്രവർത്തി തെമുവിന്റെ കാലത്ത് ജപ്പാന്റെ അതിർത്തി സേനയിൽ ഒരു പോരാളി ഗോത്രം കൂടി ചേർന്നു. മധ്യ ഹോൻഷു പ്രവിശ്യയിലെ കാന്തോ സമതലത്തിൽ നിന്നുള്ളവരായിരുന്നു ഇവർ. കുതിരകളെ വളർത്താനും പരിശീലിപ്പിക്കാനും യോജിച്ച സമതലമായിരുന്നു കാന്തോ. അതുകൊണ്ട് തന്നെ ജപ്പാനിലെ ഏറ്റവും മികച്ച കുതിരപ്പടയാളികളായിരുന്നു കാന്തോയിലെ പോരാളികൾ. 8-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ജപ്പാനു നേരെ കൊറിയയുടെ ആക്രമണ ഭീഷണി ഇല്ലാതെയായി. പകരം വേറൊരു ഭീഷണി ഉയർന്നു വന്നു. എമിഷി എന്നറിയപ്പെടുന്ന അപരിഷ്കൃത വർഗക്കാർ വടക്കൻ അതിർത്തിയിൽ ആക്രമണം തുടങ്ങി. എമിഷികളെ അമർച്ച ചെയ്യാൻ ചക്രവർത്തി അയച്ചത് കാന്തോ പോരാളികളെയായിരുന്നു. പിന്നീട് കാന്തോ പടയാളികളെ ഭരണകൂടം കൂടുതൽ ആശ്രയിച്ചു പോന്നു. കുതിരപ്പുറത്ത് തോൾപടച്ചട്ടയണിഞ്ഞ് അമ്പും വില്ലുമേന്തി കാന്തോകൾ ചക്രവർത്തിക്കും പ്രഭുക്കന്മാർക്കും വേണ്ടി പൊരുതി. ചക്രവർത്തിയെയും അധികാരികളെയും സേവിക്കുന്ന ഇവർ സബുറായി, സേവിക്കുന്നവൻ എന്നർത്ഥം. ഈ സബുറായികളാണ് പിൻകാലത്ത് സമുറായികളായതെന്ന് ചിലർ പറയും. ക്രമേണ അമ്പിനും വില്ലിനും പകരം വാളായി സമുറായികളുടെ പ്രധാന ആയുധം. എമിഷികളുടെ മുഖ്യ ആയുധം ഒരുതരം വളഞ്ഞ വാളായിരുന്നു. കുതിരപ്പുറത്തിരുന്ന് ശത്രുവിനെ ആക്രമിക്കാൻ ഈ വാൾ ഫലപ്രദമാണെന്ന് കണ്ടതോടെയാണ് സമുറായികൾ പ്രധാന ആയുധമായി വാൾ സ്വീകരിച്ചത്. വാളേന്തിയ ഈ പോരാളികൾ പിന്നീട് രാജാവിന്റെ അംഗരക്ഷകരായി മറ്റും നിയമിച്ചു. ഹിയാൻ കാലഘട്ടത്തിന് ശേഷം സബുറായി എന്ന വാക്ക് ഇല്ലാതെയായി. പകരം സമുറായി എന്ന വാക്ക് നിലവിൽ വന്നു. 12-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ജപ്പാൻ സമൂഹത്തിലെ ഒരു പ്രത്യേക വിഭാഗമായി തന്നെ സമുറായികൾ മാറിയിരുന്നു. 12-ാം നൂറ്റാണ്ടിൽ മിനോമോട്ടോ, ഫുജാര, തായിര എന്നീ ഗോത്രങ്ങൾ തമ്മിൽ നടന്ന പോരാട്ടങ്ങളാണ് സമുറായികളുടെ ഉത്ഭവത്തിന് കാരണം എന്നൊരു വാദവും നിലവിലുണ്ട്. ഇവരുടെ അഭിപ്രായം അനുസരിച്ച് ഗോത്രങ്ങളിലെ നാടുവാഴികളും ഫുൾ തോക്കന്മാരുമായ ദാമ്യോകൾ തങ്ങളുടെ സ്വകാര്യ പോരാളികളായി വളർത്തിയെടുത്തവരാണ് സമുറായികൾ. ദാമ്യോകൾ തമ്മിലുള്ള പക തീർക്കാൻ പോരടിച്ചിരുന്നത് സാമുറായികളായിരുന്നു. വടക്കൻ കേരളത്തിലെ അംഗച്ചേകവന്മാർ നാടുവാഴികൾക്കും മറ്റും വേണ്ടി അംഗത്തിനിറങ്ങിയിരുന്നത് പോലെ യജമാനന്മാരായ ദാമ്യോകളുടെ കൂറു പ്രഖ്യാപിച്ചിരുന്ന സാമുറായികൾ അവർക്ക് വേണ്ടി ജീവൻ കളയാനും ഒരുക്കമായിരുന്നു. ഈ കരകളഞ്ഞ ആത്മാർത്ഥതയ്ക്ക് പ്രതിഫലമായി സമുറായി കുടുംബങ്ങൾക്ക് ധാരാളം ഭൂസ്വത്തും ധാന്യങ്ങളും മറ്റും കിട്ടുകയും ചെയ്തു. സമുറായി കുടുംബത്തിന് സമൂഹത്തിൽ വലിയ സ്ഥാനമുണ്ടായിരുന്നു. നിത്യേന പോരാട്ടങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന സമുറായികൾ ക്രമേണ 1-ാം കിട പോരാളികളായി. അവർക്ക് പോരാളി വർഗത്തിന്റെ പെരുമാറ്റച്ചട്ടങ്ങളും മറ്റും ഉണ്ടാകുകയും ചെയ്തു. താൻ മരിക്കാനുള്ളവനാണ് എന്ന ചിന്ത സമുറായിക്ക് എപ്പോഴും വേണം. ഇക്കാര്യം ഓർമ്മയുണ്ടെങ്കിൽ വിശ്വസ്തയോടെ, പിഴവുകൾ പറ്റാതെ, ഉത്തരവാദിത്തോടെ ജീവിക്കാൻ പറ്റും. എതിരാളികളെയും എല്ലാ ദുഷ്ടശക്തികളെയും പരാജയപ്പെടുത്താനും രോഗങ്ങളും അത്യാഹിതങ്ങളും അതിജീവിച്ച് ദീർഘകാലം ജീവിക്കാനും സാധിക്കും.
ആദരണീയമായ അനേകം ഗുണങ്ങളുള്ള മികച്ച വ്യക്തിത്വമായിരിക്കും അത്തരക്കാരുടേത്. കാരണം ജീവിതം നൈമിഷികമാണ്, ഒരു പോരാളിയുടെ ജീവിതം പ്രത്യേകിച്ചും. എഡോ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ദായി ദോജി യുസാൻ എന്ന സമുറായി എഴുതി വെച്ചതാണിത്. സമുറായികളുടെ മരണത്തോടുള്ള സമീപനം ഈ കുറിപ്പിൽ നിന്നും വ്യക്തമാക്കുന്നു. ഒരിക്കലും സമുറായികൾ മരണഭയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പടക്കടങ്ങളിൽ ധീരനായ സമുറായി ഒരിക്കലും പിന്തിരിഞ്ഞോടിയിരുന്നില്ല. തോൽക്കുമെന്നുറപ്പായാലും മരണം വരെ പൊരുതി. തുടർച്ചയായ യുദ്ധങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് പോരാളി വർഗമായ സമുറായികൾ എപ്പോഴും മരണം മുന്നിൽ കണ്ടിരുന്നു. എന്നാൽ സമുറായിക്ക് മരിക്കാൻ യുദ്ധം തന്നെ വേണ്ടിയിരുന്നില്ല. തങ്ങളുടെ യജമാനന്റെ അഭിമാനം സംരക്ഷിക്കാൻ ജീവൻ ഒടുക്കാനും ഇവർ എപ്പോഴും തയ്യാറായിരുന്നു. സമുറായികളുടെ ഈ മരണഭയമില്ലായ്മയ്ക്ക് ജപ്പാനിലെ ജനങ്ങളുടെ പാരമ്പര്യവുമായി ബന്ധമുണ്ടെന്നാണ് ചരിത്രകാരന്മാരുടെ പക്ഷം. പ്രകൃതിക്ഷോഭങ്ങളും ക്ഷാമവും പകർച്ചവ്യാധികളും വർഷം തോറും ജപ്പാനിലെ ആയിരങ്ങളെ കൊന്നൊടുക്കുകയായിരുന്നു. അതിനാൽ മരണം ഏതു നിമിഷവും വരാമെന്ന ധാരണ ജപ്പാനിലെ സാധാരണ ജനങ്ങൾക്കുണ്ടായി. ജീവിതം നിസ്സാരമാണെന്ന് പഠിപ്പിച്ച ബുദ്ധമതത്തിന്റെ പ്രചാരവും മരണത്തെ കൂസലില്ലാതെ നേരിടാൻ ജപ്പാൻകാരെ സഹായിച്ചു. തുടർച്ചയായ യുദ്ധങ്ങളിൽ പങ്കെടുത്തിരുന്ന സമുറായികളുടെ കാര്യത്തിൽ ഈ ചിന്ത വളരെ ശക്തമായി മാറിയെന്നു മാത്രം.